ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമായിരുന്നു കേട്ടോ. അന്നേരം പുട്ടും പഴം കൂടെ ഒന്നിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞ്, കറി വേണ്ട, വേറെ പരിപാടിയും ഇല്ല. അതുകൊണ്ട് ഒന്നിച്ചാണ് കേട്ടോ വെച്ചത്. നമ്മൾ മിക്കവാറും പുട്ടും പഴമാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും, ചെറുപഴമല്ല നേന്ത്രപ്പഴമാണെങ്കിൽ കേട്ടോ. പിന്നെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഉണക്കമീനാണ്. ഇത് എന്ത് മീനാണെന്ന് എനിക്ക് അറിയണില്ല. ഈ മീൻ ഇവിടെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ നടുവൊക്കെ പൊളിച്ചൊരു മീനാണ്, തോലാണെങ്കിൽ ഭയങ്കര കട്ടിയാണ് കേട്ടോ. അന്നേരം ഞാൻ പൊളിച്ചിട്ടൊന്നും അത് വരുന്നില്ല. അന്നേരം ശ്യാമാട്ടനാണ് നമുക്ക് ഉണക്കമീൻ പീസാക്കി തരുന്നത്. അന്നേരത്തേക്ക് ഞാൻ പുട്ടിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം പുട്ടിപ്പോൾ ഒരു കുറ്റിയാക്കി വെച്ചിട്ട് രണ്ടാമത്തത് ഇടുകയാണ്. അന്നേരം അത് കൊണ്ടുവെക്കുന്നുണ്ട്. ശ്യാമാട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ മീൻ മുറിക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. പൊന്നൂസാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അന്നേരം ഞാനിത് വേഗം മിക്സാക്കി അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും ശ്യാമാട്ടൻ ഇതും കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം മീൻ കറീൻ്റെ പണിയും കൂടെ എടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ. ഇത് പൊളിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കഷ്ണമായിട്ട് വന്ന കേട്ടോ. മുള്ളും എല്ലാം ഒന്നുമില്ല, നല്ല വൃത്തിയിൽ തിന്നാട്ടോ. മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തിന്നാനെല്ലാം പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അല്ലേ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ മുള്ളുള്ള മീനാണെങ്കിൽ ഫുള്ള് ചാറിലെല്ലാം മുള്ളാവില്ല. ഉണക്കമീനാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കറി വെച്ച് കഴിയുമ്പോൾ. ഇങ്ങനത്തെ കഷ്ണം മീനാകുമ്പോൾ കുഴപ്പമില്ല. ഇത് പൊളിച്ച് തോലെല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടിയേട്ടോ. കണ്ടോ. അന്നേരം നമ്മളത് ഫുള്ളായിട്ട് എടുത്ത് കറിയാണ് വെച്ചാൽ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഉണക്കമീൻ പൊരിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് കറി വെക്കുന്നതിനേക്കാൾ. പക്ഷേ നമ്മൾ പച്ചമാങ്ങയെല്ലാം ഇട്ട് കറി വെച്ചുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയാണെങ്കിൽ പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങയായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയ മാങ്ങ നല്ല പുളിയുണ്ടായിരുന്നു. നമ്മൾ ചമ്മന്തി എല്ലാം അരച്ച മാങ്ങ നല്ല പുളിയുണ്ടായിരുന്നു. പക്ഷേ ഈ മാങ്ങ ഇങ്ങനെ കിളിച്ചുണ്ട മാങ്ങ ആയതുകൊണ്ടാണ് തോന്നുന്നു തീരെ പുളിയില്ല കേട്ടോ. ഒരു മാങ്ങയും പിന്നെ ഒരു കഷ്ണവും കൂടി ഞാൻ എടുത്ത് തന്നിട്ടാണ് കറിക്ക് അത്യാവശ്യം പുളി ഉണ്ടായിട്ടോ. അത് മീൻ കറി വെക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ നമ്മൾ മീൻ വെക്കൂല, പച്ചമീൻ വെക്കുന്നതിന് വെച്ചിട്ടില്ല. അതേപോലെ തന്നെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ആദ്യം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി കേട്ടോ. വെളുത്തുള്ളി ഞാനിതിൽ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്, ചതച്ചിട്ടൊന്നുമില്ല. കാരണം ഉണക്കമീനിൻ്റെ വെളുത്തുള്ളി കഴിക്കിയവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ശ്യാമാട്ടൻ അവിടെ മുരിങ്ങേൻ്റെ ചപ്പ് നന്നാക്കുന്നുണ്ട്. അമ്മ തലേ ദിവസം കൊണ്ട് തന്നെ കേട്ടോ, രാത്രിയാണ് കൊണ്ട് തന്നെ. രാവിലെ അന്ന് വെക്കാൻ പറ്റിയിട്ടില്ല, രാവിലെ വെക്കുന്നത്. അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി ഇവിടെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട് ഫോണിൽ. അന്നേരം ആ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പാട്ട് പാടുന്നതുകൊണ്ടാണ് ഓൾ ഡാൻസ് കളിക്കുന്നത്. അന്നേരം ഓൾ ഡാൻസ് കളിക്കുക പൊന്നൊന്ന് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഭയങ്കര ഡാൻസാണ്. വീഡിയോ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ കളിയൂല കേട്ടോ. അരതാ മാങ്ങയെല്ലാം ഞാനങ്ങനെ അരിഞ്ഞിടുന്നുണ്ട്. നീളത്തിലാട്ടോ അരിഞ്ഞിടുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പച്ചക്ക് തിന്നാൻ മാങ്ങ. അതിൻ്റെ ഇടയിൽ കൂടെ ചക്കര വന്നിട്ട് ഓരോ പീസ് എടുത്തിട്ട് പോകുന്നുണ്ട്. കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ ഡാൻസിൽ കളിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞാപ്പുക്കുട്ടി പോയി. അന്നേരം 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കരിവേപ്പില എടുത്തിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും കൂടെ അങ്ങ് മിക്സാക്കി വെക്കുക കേട്ടോ. മിക്സാക്കിയിട്ട് ഇതൊന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ടാണ്, ഇത് തിളച്ച് വരുമ്പോഴാണ് ഞാൻ മീൻ ഇടുള്ളൂ കേട്ടോ. അവരെല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും വെക്കുക. ഞാൻ മീൻ കറി ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. തേങ്ങ അരച്ച് വെക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് വെക്കൽ. ടേസ്റ്റാണ് കേട്ടോ. കിളിമീനൊക്കെ നമ്മൾ പച്ചക്കിളിമീനില്ലേ, അതിങ്ങനെ മാങ്ങ ഇട്ടിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കൂട്ടാൻ. മാങ്ങിയിട്ട മീൻ കറിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അന്നേരം ശ്യാമാട്ടത് ആ മുരിങ്ങച്ചപ്പെല്ലാം നന്നാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ജഗപുക ദിവസമാണ് കേട്ടോ. പുട്ട് അടുത്ത കുറ്റിയും കൂടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അത്രയും നേരം പൊട്ടിപ്പോകാത്ത പുട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് പൊട്ടിപ്പോയിട്ടാ. കുഞ്ഞാപ്പുക്കുട്ടി അത് മാങ്ങാണ്ടിലെന്നിട്ട് ഭയങ്കര പുളിയുണ്ടെന്ന് പറഞ്ഞത് മാങ്ങാണ്ടിക്ക്. അന്നേരം മീൻ കറി നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ മീൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഉപ്പ് ഉണ്ടെങ്കിലൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് നമ്മളെ മീൻ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അന്നേരം ഇതും കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വാങ്ങാം. വേറെ വറവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി റെഡി. അതിങ്ങനെ അരങ്ങ് വെച്ച് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മളെ നാടൻ രീതിയിലുള്ള കറിയാണ്. വിറകടുപ്പിലും കൂടെ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ തേങ്ങ നമ്മൾ അരകല്ലിൽ അരച്ചതെങ്കിൽ എന്തിനും ഒരു ടേസ്റ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ അരകല്ലിൽ അരച്ച മീൻ കറിക്ക് എന്ത് കറിയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അന്നേരം പുട്ട് ഞാൻ 2 കുറ്റി ഉണ്ടാക്കിയതിന് ശേഷം ശ്യാമാട്ടന് ചോറ് വേണമെന്ന് പറഞ്ഞ് അന്നേരം ഞാൻ വേഗം മീൻ കറി വെച്ചതാണ് കേട്ടോ. അന്നേരം പുട്ട് വീണ്ടും ഉണ്ടാക്കാനുണ്ട്. അന്നേരം അതിന് വീണ്ടും പുട്ടും കുറ്റി എടുത്ത് അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അത് മീൻ കറി ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണക്കമീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പെല്ലാം പാകത്തിനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളെ ശ്യാമാട്ടൻ്റെ ടോർച്ച് മെക്കാനിക്കാണ് കേട്ടോ. ഇത് പഴയ ടോർച്ചാണ് കേട്ടോ. കുറേ കാലമായി ഇവിടെ കിടക്കുന്ന. കുഞ്ഞാപ്പൂ എറിഞ്ഞൊരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഊരി മെക്കാനിക്കാക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ടോർച്ച് കത്തിയിട്ടാ ചാർജെല്ലാം ആക്കാൻ നേരത്തെ ഒരു ഒച്ചയെല്ലാം വന്നിരുന്നു. എന്നാൽ ടോർച്ചെല്ലാം കത്തിച്ച വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പൊന്നൂസ് ചെരുപ്പ് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട്. ചെരുപ്പ് കഴുകാൻ പറഞ്ഞാൽ 2-3 ദിവസമായി SPCൻ്റെ ഷൂ എല്ലാം അവിടെ കൊണ്ടിട്ടിട്ട്. അന്നേരം അതെല്ലാം കഴുകാൻ വേണ്ടി പോയതാണ്. അതെല്ലാം കഴുകിയിട്ടൊരു വീഴ്ചയെല്ലാം വീണിട്ടാട്ടോ ആൾ വന്നത്. പുഴയിൽ കുറേ നാളായി പുറത്ത് പുഴയിലേക്കൊന്ന് ഇറങ്ങി നടക്കാണ്ട് അവിടെ വഴിക്കൊരു വീഴ്ചയെല്ലാം വീണിട്ടുണ്ടായി. പിന്നെ
ഇന്ന് ഉപ്പേരി എന്ന് പറഞ്ഞാൽ പച്ചക്കായാണ് കേട്ടോ. പച്ചക്കായ് ഇതാ മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കായ് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇടുന്നില്ല. ഇന്നും വറവില്ല കേട്ടോ. ഇന്ന് വറവില്ലാത്ത കറിയാണില്ലേ. ഞാനെല്ലാം വെച്ചായിട്ട് ഞാൻ ആലോചിച്ച് ഒന്നിനും വറവിട്ടിട്ടില്ല. എല്ലാം വറവില്ലാത്ത കറിയാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പച്ചക്കായ് ഇങ്ങനെ വെച്ചിട്ട് ചൂട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് തിന്നാൻ. ലേശം മുരിങ്ങാച്ചപ്പുണ്ട് എന്ന് പറഞ്ഞില്ല, അതും കൂടെ അത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അന്നേരം ശ്യാമാട്ടന് മാത്രമുള്ളതല്ലോ. എനിക്ക് മുരിങ്ങാച്ചപ്പിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. താളിച്ചതാണെങ്കിലും പരിപ്പിൻ്റെ അകത്തിട്ട് വെച്ചതൊക്കെ ആണെങ്കിലാണ് എനിക്കിഷ്ടമുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഉപ്പേരി വെക്കുന്ന മുരിങ്ങാച്ചപ്പിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ വിറ്റമിനുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ചതച്ചിട്ടാണ് സാധാരണ ഇടല്. ഇത് ചതച്ചിട്ടൊന്നുമില്ല. ചതക്കാണ്ടന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ മുരിങ്ങേൻ്റെ ചപ്പ് ലേശം ഉപ്പും തിരുമ്മിയിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ആവി വരട്ടേന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ട് നമ്മൾ മുരിങ്ങ ചപ്പ് നല്ല വെറുവറാന്ന് വറുത്തിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇവരിത് പോയി നോക്കുമ്പോഴത്തേക്കും ഞാൻ ലൈവ് ഇടാൻ പോയി. തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈവ് ഇടുന്ന സമയത്ത് ഒരു മണം വരുന്നുണ്ട് മറ്റേ പൊന്നൂസ് പോയി നോക്കിയപ്പോഴത്തേക്കും മുരിങ്ങ ചപ്പെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. നല്ല മൊരിമൊരാന്നായിട്ടുണ്ടായി. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയല്ലേ, നല്ല കനലുണ്ടായിരുന്നു അടുപ്പിൽ. പിന്നെ മുരിങ്ങ ചപ്പായതുകൊണ്ട് തന്നെ തിന്ന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല മൊരിമൊരിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പപ്പടം പോലെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വെന്ത് വന്നപ്പോൾ ലേശേ ഉള്ളൂ. ഇളക്കുമ്പോൾ തന്നെ ലേശേ ഉള്ളൂ കേട്ടോ. കുറച്ചേ ഉള്ളൂ. ഞാൻ താളിക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. പിന്നെ മീൻകറി എല്ലാം ഉണ്ടോണ്ട് താളിപ്പ് വേണ്ടാന്ന് വിചാരിച്ച്. ആരിങ്ങനെ അങ്ങ് തിന്നട്ടെ വിചാരിച്ച്. പിന്നെ ഉച്ചക്കത്തെ ചോറ് തീറ്റയാണ് കേട്ടോ. ഉച്ചക്ക് ചോറ് ഞാൻ പോകണം. എല്ലാവർക്കും ചോറ് വിളമ്പി. ഇത് ലാസ്റ്റ് വിളമ്പലാണ് കേട്ടോ. അതുകൊണ്ടാണ് ചട്ടിയിൽ പകുതി കറി കാണുന്നത്. ചോറ് വിളമ്പി ഇനി നമ്മളെ കായുപ്പേരി മീൻ കറിയും കൂട്ടിയിട്ട് പോയി നല്ല വയറ് നിറച്ചും ചോറും കേട്ടോ. ഈ മാങ്ങ ചോറിൽ അങ്ങോട്ട് കുഴച്ചിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മാങ്ങ മാത്രം അമ്മയും മക്കളും പെറുക്കി തിന്നും. അന്നേരം ഫുള്ളിരുന്ന് ചോറൊക്കെ നല്ല ആസ്വദിച്ചിട്ട് അങ്ങോട്ട് കഴിച്ച്. പിന്നെ ചോറ് കഴിപ്പും പിന്നെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞാപ്പൂവിനെ കുളിപ്പിച്ച് ഉറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3:30 ആയപ്പോൾ ചുള്ളി പെറുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇത് എസ്റ്റേറ്റിൽ നമ്മൾ ചെടീൻ്റെ മോൾ ഭാഗം കവാത്തെടുത്തിട്ടുണ്ട്. കവാത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോൾ ഭാഗം ഇങ്ങനെ വെട്ടൂല്ലേ മിഷ്യൻ വെച്ചിട്ട്, അങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തളർത്ത് നല്ല ചപ്പുണ്ട് കേട്ടോ. നല്ല ചുള്ളികളുണ്ടായിരുന്നു. ചുള്ളികളെല്ലാം ആൾക്കാർ പെറുക്കി പോയി. അതിൽ തീ പിടിപ്പിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. തീ പിടിപ്പിക്കാനും കുളിക്കാനും കുഞ്ഞാപ്പൂന് വെള്ളം ചൂടാക്കാനൊക്കെ ഭയങ്കര പാടാണ്. നമുക്ക് വിറകിൻ്റെ അകത്ത് തീ പിടിച്ച് കിട്ടണ്ടേ. അന്നേരം മണ്ണെണ്ണയൊന്നും ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് പണ്ടത്തെ പോലെ കിട്ടുന്നില്ല. അന്നേരം ഇങ്ങനെ പെറുക്കി കൊണ്ടുവന്ന് ഈ ചുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരു കഷ്ണം കടലാസ് കത്തിച്ചിട്ട് കൊടുത്താൽ രാവിലെ ആണെങ്കിലോ എപ്പോഴാണെങ്കിലും വേഗം തീ അങ്ങ് പിടിച്ചിട്ടു കേട്ടോ. ഇങ്ങനത്തെ പൊടിച്ചുള്ളികൾ പെറുക്കിക്കൊണ്ടൊക്കെയാണ് പതിവ്. ഒരു കെട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉണ്ടാവും തീ പിടിപ്പിക്കാൻ. ഇതന്നെ എല്ലാം തിരിവായിന് കേട്ടോ. ഇല്ല, ആദ്യമൊക്കെ ഒത്തിരി അത്യാവശ്യം മണ്ണുള്ള വറുകളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല കേട്ടോ. അതിൽ കുറേ നേരം തപ്പി പെറുക്കിയിട്ട് കുറച്ച് കിട്ടി. ഒരുപാടൊന്നുമില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞാപ്പൂ ഉറങ്ങുന്നതാണ്, അനിയത്തി ഉണ്ടായിരുന്നു, ഓളെ കുട്ടിയോ ഉറങ്ങുന്ന. അന്നേരം ഇവർ എണീക്കുമ്പോഴത്തേക്കും വരണമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ വേഗം പെറുക്കിയിട്ട് വന്നേ. അത് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ വീഡിയോക്ക് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളിത് തിരഞ്ഞ് നടന്നു കേട്ടോ. കുറേ നേരം തിരഞ്ഞ് നടന്നിട്ടാണ് നമുക്ക് ലേശം ചുള്ളി കിട്ടിയത്. എവിടെയും ഉണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മൾ തിരഞ്ഞിരുന്നത്. പിന്നെ കാട്ടിലെല്ലാം പോയാൽ നമ്മളെ മേത്ത് പറ്റിപ്പിടിക്കുന്നൊരു സാധനമുണ്ട്, കണ്ടോന കുത്തി എന്ന് പറയും നമ്മളെ നാട്ടിൽ. എല്ലാ നാട്ടിലും എന്താ പറയുകയെന്നൊന്നും എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ കണ്ടോന കുത്തി എന്നാട്ടോ ഇതിന് പറയുക. എങ്ങനെ പോയി മേല് നിറച്ചും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം അത് പറിച്ച് കളയേണ്ട സമയത്ത്. പിന്നെ നമ്മൾ ചെറിയ ചുള്ളി ആയതുകൊണ്ട് തന്നെ എൻ്റെ അടിയിൽ ഇങ്ങനെ നീളത്തിലുള്ള ചീമക്കൊന്ന് എൻ്റെ ഉണങ്ങിയ വിറകുണ്ടാവും, അതങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പൊടിച്ചുള്ളികൾ വാരി വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കെട്ടുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇങ്ങനെ നടു ഇങ്ങനെ ഒടിഞ്ഞു പോകും. നമ്മൾ വിറകെല്ലാം കെട്ടി വന്നു കഴിയുമ്പോൾ ഏറ്റാൻ പറ്റില്ല തലയിൽ, അതിൻ്റെ നടുഭാഗം അങ്ങ് ഒടിഞ്ഞു പോകും കേട്ടോ. അന്നേരം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നീളത്തിലുള്ള വിറക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒടിഞ്ഞു പോവാണ്ടിരിക്കും. ഈ ചെറിയ ചുള്ളികൾ നമുക്ക് ഇങ്ങനെ നീളത്തിൽ വെച്ച് കെട്ടാൻ പറ്റില്ല, ഒരേ വലിപ്പത്തിൽ കിട്ടൂലാത്തതുകൊണ്ട്. ഞാനിതെല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയെല്ലാം പഠിച്ചത്. എനിക്കറിയില്ല. ശ്യാമാട്ടൻ നല്ല സൂപ്പറായിട്ട് വിറകെല്ലാം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ശ്യാമാട്ടൻ്റെ കൂടെ വിറകിന് പോയിട്ടാണ് ഈ പരിപാടിയൊക്കെ പഠിച്ചത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഇതാ വൈകുന്നേരത്തെ ചായൻ്റെ പരിപാടിയാണ് കേട്ടോ. അന്നേരം വേർപ്പ് താഴാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കുളിക്കാൻ. അന്നേരം ഞാൻ ഇതും കൂടെ ചെത്തിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം. അന്നേരം വേർപ്പെല്ലാം താഴ്ന്നിട്ട് കുളിക്കാൻ പോകാമല്ലോ. ഇത് വേകുമ്പോഴത്തേക്കൊന്നും വേണ്ടി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. വൈകുന്നേരത്തെ ചായക്ക് കടിയാണ് കേട്ടോ ഇത്. ചേമ്പ് പുഴുങ്ങിയതും നല്ല കാന്താരി മുളകിൻ്റെ ചമ്മന്തി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
അന്നേരത്തേക്ക് നമ്മളെ കുഞ്ഞാപ്പൂന് വൈകുന്നേരം ഒരു വയറുവേദനയും പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ അങ്ങനെ കുറേ സമയം അങ്ങനെ പോയിട്ടോ. ഇതാ പൊന്നു ചക്കരയാണ് കേട്ടോ, അതിൻ്റെ മുളയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ചേമ്പിൻ്റെ മുളയാണ് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ എടുത്ത് കാണിക്കുന്നുണ്ട്. ചൊറിയൂന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഇട്ടിട്ട് പോയതാണ് കേട്ടോ. അത് ചിലരിങ്ങനെ ചേമ്പ് പുഴുങ്ങാൻ നേരത്ത് തോല് കളയൂല കേട്ടോ, ഇങ്ങനെ ചുരണ്ടി കളയാണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതുവരെ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മധുരക്കിഴങ്ങെല്ലാം പുഴുങ്ങും പോലെ ഞാനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് തോല് കഴിക്കാൻ നേരത്ത് പൊളിച്ചെടുക്കുക. എനിക്കതിനുള്ള ക്ഷമയും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒന്നും അതിന് തീരെ ക്ഷമയില്ല, കാരണം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ വെച്ചിട്ടില്ല, അന്നേരം ഇതും കൂടെ വേവിച്ചിട്ട് വേണം കട്ടൻ ചായ വെക്കാൻ. കട്ടൻ ചായ വെച്ചിട്ടില്ല. അതങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പുഴയിൽ പോയിട്ടാണ് കഴുകുന്നത്, കാരണം ഇതിന് ഭയങ്കര കൊഴുപ്പാണല്ലോ, ചേമ്പിന് ഭയങ്കര കൊഴുപ്പുമാണ്, മണ്ണും ഉണ്ട്. അന്നേരം പുഴയിൽ പോയിട്ടാകുമ്പോൾ വേഗം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വീട്ടിലാണെങ്കിൽ കുറേ വെള്ളം വേണം കഴുകി വൃത്തിയാക്കാൻ. അന്നേരം ചക്കര ഉണ്ട് കേട്ടോ, അവിടെ ഇരുന്നിട്ട് വെള്ളത്തിൽ കളിക്കുന്ന. താഴെ അനിയനുണ്ട്, ഓനോട് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് നന്നാക്കുന്നത്. അന്നേരം അതിൻ്റെ അകത്ത് കുറച്ച് കഴുകിയപ്പോഴാണ് അവിടെ കുറച്ചും കൂടെ തോലൊക്കെ ഇരിക്കുന്ന പോലെ കണ്ടേ. അന്നേരം അതൊക്കെ ഒന്നും കൂടെ ചെത്തിക്കളയുന്നുണ്ട് കേട്ടോ. പിന്നെന്താ വിശേഷം? ഇന്നത്തെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും ദീപാവലിയൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെയൊന്നും ദീപാവലീൻ്റെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്നേരം എല്ലാ നാട്ടിലും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇത് തമിഴ്നാട്ടിലാണ് കൂടുതൽ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇവിടെ കിടക്കിടക്ക് പടക്കം പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചേമ്പ് പുഴുങ്ങാന്നൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ കഷ്ണമാക്കിയിട്ട് നമ്മൾ കപ്പയിൽ ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് പുഴുങ്ങൂലേ, അങ്ങനെ പുഴുങ്ങാട്ട്. ഇത് തിളച്ച് വരുമ്പോൾ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാൻ തിളച്ച് വരുമ്പോൾ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കലുള്ളൂ, മഞ്ഞപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കലില്ല. ഇങ്ങനെ തന്നെയാണ് പുഴുങ്ങാട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചേമ്പ് പുഴുങ്ങിയിട്ട് തിന്നാൻ. പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് തിന്നാനും ടേസ്റ്റാണ്. നമ്മൾ കപ്പ പുഴുങ്ങിയതിനേക്കാളും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേരം നമ്മൾ ചായ കുടിക്കുകയാണ്. അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കാം കേട്ടോ. കുഞ്ഞാപ്പൂന് വയറുവേദന എടുത്തിട്ടാണ് ഒരു വയ്യാണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ബായ്.